ഇനി കടലിനക്കരയ്ക്കാണ്. ദുബായിലും ക്രിസ്മസ് ഗംഭീരമായി തന്നെ ആഘോഷിക്കുകയാണ്. സഹൽ സി മുഹമ്മദിന്റെ റിപ്പോർട്ട്. എനിക്ക് പുറകിൽ ഭംഗിയായി അലങ്കരിച്ച ഒരു വലിയ പുൽക്കൂട് കാണാം. വലിയ ഒരു പുൽക്കൂട്. ആ പുൽക്കൂടിന് ചുറ്റും നൂറുകണക്കിന് വിശ്വാസികളുണ്ട്. സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഉദുമേത്ത, അതായത് ദുബായിലെ വിശ്വാസികൾ ഒത്തുകൂടുന്ന, എല്ലാവരും എത്തിച്ചേരുന്ന ഈ കത്തീഡ്രലിലാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ക്രിസ്മസ് രാവിലുള്ളത്. ഇവിടെ ഇതിന്റെ ചടങ്ങുകൾ വൈകിട്ട് 6 മുതൽ തുടങ്ങിയതാണ്. ഇനി അങ്ങോട്ട് ഈ ചടങ്ങുകൾ അതിന്റെ പ്രാർത്ഥനയിൽ ഭാഗമാവുകയാണ്. ഈ നൂറുകണക്കിന് വിശ്വാസികൾ തീജ്വാല ശുശ്രൂഷ, സന്ധ്യാ നമസ്കാരം, കുർബാന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കടന്നിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വിശ്വാസികൾക്ക് എല്ലാവരെയും ഒന്നിച്ച് കാണാനും ഒത്തുകൂടാനുമുള്ള ഒരു സമയവും വേദി കൂടിയാണിത്. അങ്ങനെ ഒരുപാട് പേർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ക്രിസ്മസിന് അവധിയുണ്ടോ? എങ്ങനെയൊക്കെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് അവധി അങ്ങനെ കിട്ടാറില്ല. ന്യൂ ഇയറിന് അവധി കിട്ടും, ക്രിസ്മസിന് പ്രത്യേകിച്ച് അങ്ങനെ അവധി കിട്ടാറില്ല. പക്ഷേ നല്ല ഹാപ്പിയാണ്. നമ്മളിപ്പോ ഒരുപാട് ആളുകളുണ്ട്. ഇതിലിപ്പോ നമ്മളെ പഴയ ഫ്രണ്ട്സ് ഉണ്ടാവും. ഒരുപാട് വർഷങ്ങളായി വരുന്നവർക്ക് ബന്ധം പുതുക്കാനൊക്കെ ഉള്ള സമയം കൂടിയല്ലേ? അതെ, ഒരുപാട് പേരെ കാണുന്നുണ്ട്. എല്ലാവരെയും കണ്ട് നല്ലൊരു സന്തോഷം. ഈ ഒരു സമയം ഇവിടെ എല്ലാവരുമായിട്ട് ഒത്തൊരുമിക്കാനും കാണാനും വളരെ സന്തോഷമുണ്ട്. ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ? എന്തോ പള്ളിയിൽ വന്നിട്ട് ഹാപ്പി ആയോ? അപ്പൊ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസ പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. ഈ ദുബായ് പള്ളി എന്ന് പറയുന്നത് ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, ഈ പ്രദേശത്തുള്ള ആളുകളുടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ക്രിസ്മസ് ദിനത്തിൽ ഒത്തുകൂടുന്ന ഒരു പ്രദേശം കൂടിയാണ്. വളരെയധികം സന്തോഷം തോന്നുന്നു. ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 10-11 മണിയോടുകൂടി ശുശ്രൂഷ സമാപിക്കും. കേക്ക് വിതരണം ചെയ്താണ് ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം ഇന്ന് ഇവിടെ അവസാനിക്കുന്നത്. എത്രത്തോളം വലിയ ഒരുക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നു? എല്ലാം ദൈവസന്നിധിയിൽ ഞങ്ങൾ പരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ടൊരു ഒരുക്കം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അതൊരു ഭംഗിയായ രീതിയിൽ ഞങ്ങൾക്ക് ക്രമീകരിക്കാൻ ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ അധ്വാനം ഒന്നുമല്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രത്യേകത. നാട്ടിൽ നിന്ന് ഒന്നും കുറയുന്നില്ല ശരിക്കും, എല്ലാം ഇവിടെയുണ്ട്. നാട്ടില് ഇന്ന് വൈകുന്നേരം സന്ധ്യാവസ്കാരം നടക്കുമ്പോൾ അതേ സമയം തന്നെ ഇവിടെ മണിക്കൂറുകളുടെ ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ശുശ്രൂഷകൾ ഈ ദുബായ് സെന്റ് തോമസ് കത്തീഡ്രൽ ഒരേ സമയം തന്നെ നടക്കുന്നുണ്ട്. പ്രവാസ ലോകത്ത് നിൽക്കുമ്പോൾ അവരെ ഏറ്റവും അധികം അലട്ടുന്നത് വീട് വിട്ടും നാട് വിട്ടും നിൽക്കുന്നതായിരിക്കും. പക്ഷേ അതൊന്നും ഫീൽ ചെയ്യാതെ നാട്ടിലെ അത്ര മനോഹരമായ, അത്ര വലിയ കൂട്ടായ്മയോടുകൂടി ഇത് സംഘടിപ്പിക്കുന്നതാണ് ഇവിടെയുള്ള ഈ ചർച്ചുകളുടെയും കത്തീഡ്രലുകളുടെയും എല്ലാം വലിയ പ്രത്യേകത. അത്ര വലിയ സംഘാടനമാണ് അതിനുവേണ്ടി നടക്കുന്നത്. ഈ ഡിസംബർ മാസത്തിൽ മുഴുവൻ ഈ ബന്ധങ്ങൾ പുതുക്കാനും ഓരോരുത്തർക്കും ഒന്നിച്ചു കൂടാനും ഓരോരുത്തർക്കും പരസ്പരം ബന്ധങ്ങൾ പുതുക്കാനും ഒക്കെയുള്ള ഒരു വലിയ മുഹൂർത്തം കൂടിയാണിത്. അതിന്റെ സന്തോഷമാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. ദുബായിൽ നിന്നും ക്യാമറാമാൻ മുബഷറിനൊപ്പം സഹൽ സി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.